അപ്പോൾ അവൾ പറഞ്ഞു ഒരു കഴിവില്ലാത്ത ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഫുള്ളി ഡാമേജ് ടൈപ്പ്. പണ്ടുപോലെ ഈ പറഞ്ഞ സൂയിസൈഡ് ടെൻഡൻസിയും പല സിറ്റുവേഷനിലും ഉണ്ടാവാറുണ്ട്. അത് ഈ ഒരു പോയിന്റിൽ ഭയങ്കര എക്സ്ട്രീമായിട്ട് വന്നു. എന്നെ ഒരു 6 ദിവസം 7 ദിവസം ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ലെവലിലോട്ട് എനിക്ക് അത്രയും ഭയങ്കര ഭീകരതായിട്ടുള്ള ഒരു ഇതാണ്. വെറുതെ മരിച്ചെങ്കിൽ ഇത്രയും കാലം ഞാൻ ചെയ്തു വെച്ചൊക്കെ വെറുതെ ഇപ്പോൾ കാര്യം ആൾക്കാരുടെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു. അപ്പം പിന്നെ അമ്മയുടെ അടുത്ത് എല്ലാവരും കുറ്റം പറയും, ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ആ ഒരു ഇതൊക്കെ വരും. അപ്പം വല്ല ബിൽഡിങ്ങിന് മുകളിൽ കയറിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്റ്റണ്ട് ചെയ്യുമ്പോഴത്തേക്ക് സപ്പോസ് വീണ് പോയി എന്നുള്ള ലെവലിലൊക്കെ ചെയ്യാം. അങ്ങനെ കുറേ തെങ്ങേറാൻ പഠിച്ചു. ഞാൻ ഈ കാല് മാത്രം വെച്ചിട്ടുണ്ട്, വേറെ ആർട്ടിഫിഷ്യൽ ലിംബോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ട് തെങ്ങേറാൻ പഠിക്കും. നെഞ്ചും കൈ കൊണ്ട് ആദ്യമൊക്കെ നെഞ്ചൊക്കെ ഉയർന്നിങ്ങനെ താഴെ വരും. വേറൊരാളെ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു സാധനം ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊരു അഡാപ്റ്റർ മാത്രമാണ് ഡയാലിസിസ് ചെയ്യാനുള്ളൊരു പെയിനെ വലുതാക്കുന്നൊരു ഇതാണ്, ഒരു പ്രോസസ് സ്ട്രെങ്ത് പോലത്തെ ഒരു സാധനം ഇവിടെ ഇടാം. അപ്പം ഞാൻ എടുത്തോണ്ടിരുന്ന അറൗണ്ട് 32 ടാബ്ലറ്റ്സ് പെർ ഡേ ആണ്. 32 ടാബ്ലറ്റ്സ് സ്റ്റഡി സ്വന്തമായിട്ട് തന്നെ പാരച്യൂട്ട് പുള്ള് ചെയ്ത് ലാൻഡ് ചെയ്തു. ഫസ്റ്റ് ജമ്പ് കഴിഞ്ഞു, സെക്കൻഡ് ജമ്പ് കഴിഞ്ഞു, തേർഡ് ജമ്പിൽ എനിക്ക് സ്പിൻ ഉണ്ടായി. അപ്പം പാരച്യൂട്ട് ഞാൻ പുള്ള് ചെയ്തപ്പോഴത്തേക്ക് ഈ പാരച്യൂട്ട് ഈ കാലിൽ കുരുങ്ങി. സപ്പോസ് ഈ കാലിലാണ് കുരുങ്ങിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടത്തില്ല, അന്ന് അപ്പത്തിന് തീരുമാനം. പക്ഷേ ഈ കാല് കുരുങ്ങിയോണ്ട് ഈ കാലിൻ്റെ കുരുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ കുരുക്ക് കെട്ടഴിച്ചും കിട്ടും. അത് 3 സെക്കൻഡ് മാനേജ് ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ലൈഫിൽ ഏത് ഔട്ട്കം വന്നാലും നമ്മൾ ചിൽ ബെഗ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ഇന്ത്യയിലുണ്ട്. പുറത്ത് ആ രാജ്യത്ത് അതില്ല. അവർക്ക് അവർ ഗവൺമെൻറ് തന്നെ സ്പോൺസർ ചെയ്യും. ഇങ്ങനൊരു കുട്ടി ഇങ്ങനെ ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് സ്പോൺസർ ചെയ്യും ഗവൺമെൻറ്. ജീവിതം കേൾക്കുമ്പോൾ അതുപോലെ എനിക്ക് സ്കോളിയോസിസ് ഉണ്ട്. എനിക്ക് ചെറുതിലോട്ട് ഒരു സൈഡ് ചരിഞ്ഞിരുന്നിരുന്നിരുന്ന് സ്കോളിയോസിസ് ഉണ്ട്, നട്ടിൽ വളഞ്ഞു പോയി. അത് ചെറുതിലെ മുതലും ഉണ്ട്. അപ്പം അതിൻ്റെ പെയിനും ഉണ്ട്. നമ്മൾ ഈ സൈക്കിൾ ഓട്ടുമ്പോൾ അതിൻ്റെ പെയിനും വരും. നമ്മൾ നട്ടിലെ പെയിനും ഭയങ്കരമായിട്ട് വരും. ഇത്രയൊക്കെ സഹിച്ചിട്ട് റെക്കോർഡുകൾ നേടി എൻ്റെ പൊന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിലല്ലോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെ അത് അവിടെ എന്നിട്ട് ഞാൻ കാല് ഊരി നോക്കി. ജസ്റ്റ് ഇങ്ങനെ പാൻറ്റ് കാല് ഊരി നോക്കി. ഇവിടെ നിന്ന് ഒറ്റ തൊലിയില്ല, ഇവിടെ നിന്ന് ഒറ്റ തൊലിയില്ല. മനസ്സിലായി, ഓക്കെ ഇതെല്ലാം തീർന്നു. നോക്കി യൂറിൻ ബാഗ് നോക്കി, യൂറിൻ ബാഗ് ഫുൾ ബ്ലഡ്. അത് ഞാൻ റിലീസ് ചെയ്ത് കളഞ്ഞു. കാര്യം ആരും വന്നത് കാണരുതല്ലോ. അപ്പം ഞാൻ ആരും റിലീസ് ചെയ്ത് കളഞ്ഞു. അത് ഫുള്ളി ബ്ലഡ് അല്ല, യൂറിനുമായിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് അത്. പക്ഷെ കംപ്ലീറ്റ് നോക്കി റെഡ് ആയിട്ട്. അപ്പം അത് കാണണ്ടെന്നുള്ള രീതിയിൽ ചെയ്തു. അവർ വന്നു, അവരോടെല്ലാം ഇങ്ങനെ ചില്ലായിട്ടൊന്നും. പക്ഷെ ഞാൻ ഓരോരുത്തർ ഇരിക്കാൻ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കാണാം. ഞാൻ വെച്ചാൽ ജസ്റ്റ് ഞാൻ നനഞ്ഞെന്നല്ല, ഇരുന്ന് നനവുണ്ടാവും. കാര്യം നമ്മൾ മറ്റേ വേർപ്പൊക്കെ നനഞ്ഞ് നല്ല രീതിയിൽ ക്ലൂഡഡ് ആയിട്ടിരിക്കും. അപ്പോൾ അത് ആ ഷോർട്സിൻ്റെ കളർ ആയതുകൊണ്ട് അത് കാണത്തുമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാനത് അവിടെ ചെയ്തിട്ട് അപ്പോൾ അവരെല്ലാം വന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞാൽ അവർ വന്ന കുറേ ഒരു 10-15 പേര് തിരിച്ച് ട്രെയിനിൽ കയറിയപ്പോൾ. അപ്പോൾ എൻ്റെ ചോദിച്ചു നീ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചവിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് എൻ്റെ കൂടെ 2 പേര് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് ചവിട്ടാൻ ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂടെ 2 പേര് വരാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. തിരിച്ച് 2 പേര് വരാമെന്ന് പറഞ്ഞു. അപ്പം ഇവരെ അറിയിക്കാതെ എന്തെങ്കിലും ഇത് നമുക്ക് വഴിയുണ്ടാകും. അപ്പം ഞാൻ ചവിട്ടി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ കാലം നീറാനുള്ളത് കുറച്ച് പണിയാണ്. നീറുക എന്നുള്ളതിൻ്റെ കുറച്ച് പെർസ്പെക്റ്റീവ്സ് വേറെയാണ്. അപ്പം അതിൻ്റെ പെയിൻ ഇൻറ്റൻസിറ്റി വേറെയാണ്. അപ്പം ഇത്രയും നീറ്റിൽ അനുഭവിക്കണം. അപ്പം ഞാനൊരു കാര്യം ചെയ്ത് ഒരു സ്റ്റേഷനറി ഷോപ്പിൽ പോയിട്ട് മറ്റേ മാസ്കിൻ ടേപ്പ് ഉണ്ട്, പേപ്പർ മാസ്കിൻ ടേപ്പ്, അത് ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങറ്റം വരെ ചുറ്റി സെറ്റാക്കിയിട്ട് ചവിട്ടി. പിന്നെ തിരിച്ചൊരു മാറ്റ് ടൈപ്പ് ഒരു കേട്ടത് ഏതാണ്ടൊരു 6 to 7 hours ഞാൻ അതുകൊണ്ട് മൊത്തത്തിൽ 12 hours 250 kilometers ഞാൻ കവർ ചെയ്തു. അതാണ് വൺ ഡേയിൽ 250 kilometers. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അടിച്ചോ? എന്നിട്ട് ആരെയും അറിയിച്ചില്ല. വീട്ടിൽ വന്നിട്ട് ഞാൻ ആരെയും അറിയിച്ചില്ല. ഞാൻ എന്നിട്ട് ട്യൂബൊക്കെ ഞാൻ വഴിയിൽ നിന്ന് ഊരി കളഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരണമല്ലോ. അപ്പം ഇതാരും കാണരുത്. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ ചെന്നിട്ട് ഒരു ഫുൾ ബക്കറ്റ് വെള്ളം നിറച്ചിട്ട് കാല് മൊത്തം നനച്ച് വെച്ച് വീട്ടിൽ എത്തിയപ്പോൾ തന്നെ പോയി. അതിന് കുറച്ച് ട്രെയിനിൽ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ എണീറ്റ് പോയി. എന്നിട്ട് 2 ആഴ്ച ഞാൻ വീട്ടിൽ കിടന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഉടുപ്പ് ഇത് കൊണ്ടുവന്നു. ഇനി അത് കഴിഞ്ഞ് ഉണങ്ങി വന്നപ്പോഴത്തേക്ക് സ്കിന്ന് തിരിച്ച് റിഗെയിൻ ചെയ്തു. അപ്പം ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു അമ്മ ഇങ്ങനെ. അമ്മ പിന്നെ കരഞ്ഞു ഇങ്ങനെ അടുത്തായിരുന്നു. ഇപ്പം ഈ ട്യൂബിൻ്റെ ആയിരുന്നു ഞാൻ പറഞ്ഞത്. പിന്നെയാണ് പറയുന്നത് ഈ എക്സ്പോഷറിൻ്റെ കഴിഞ്ഞിട്ടായി ഞാൻ പറയുന്നത് ട്യൂബിൻ്റെ കേസൊക്കെ. ഇതിപ്പോ പറഞ്ഞ പോലെ ജീവിതത്തില് മാടായ ഒരു അവസ്ഥയിലാണ്. അതായത് അല്ല കാര്യം നമുക്ക് ആ പെയിൻ സഹിക്കുന്ന എന്തിനാണ്? എന്തെങ്കിലും ഒരു എക്സ്ട്രീമിറ്റി ചെയ്യണം. അല്ല എനിക്ക് ഇമോഷൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. മനസ്സിലാവും. നല്ലതെന്ന് പറയാനായിട്ടോ അല്ലെങ്കിൽ ചെയ്തതെന്ന് പറയാനായിട്ടോ ഉള്ളൊരു എക്സ്ട്രീമിറ്റി ഇല്ല. അപ്പോൾ ഇമോഷൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യണം. ഐ ഫീൽ സംതിങ് ലൈക്ക് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തോന്നണ്ടേ. അപ്പം അങ്ങനെ ഒരു സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ തന്നെ ഒരു പ്രിവിലേജും ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ ഇവിടെ ഉള്ള ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾ ജീവിക്കുന്നത്. അപ്പം ഇത്രയും കണ്ടീഷനും കൂടെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് കൂടുതലായിരിക്കും.
അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പെയിനൊക്കെ സഹിക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കാര്യം ഐ ഫീൽ സംതിങ് റൈറ്റ്. അപ്പം അതായത് എൻ്റെ ഏറ്റവും വലിയ മാഡ്നസ്. അതിൽ നിന്നാണ് എൻ്റെ മാഡ്നസ് ഒക്കെ ഉള്ളതും അതിൽ നിന്നാണ് എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെയുള്ള ഓരോ സ്ട്രഗിൾസ് ചെയ്യുമ്പോഴാണ്. അതിനുശേഷം പിന്നെ സൈക്ലിംഗ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ തെങ്ങ് കയറാൻ പഠിച്ചു. തെങ്ങ് ഞാൻ ഈ കാല് മാത്രം വെച്ചിട്ട് വേറെ ആർട്ടിഫിഷ്യൽ ലിംബോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ട് തെങ്ങ് കയറാൻ പഠിക്കും. നെഞ്ചും കൈ കൊണ്ട് അതൊക്കെ നെഞ്ചൊക്കെ ഉയർന്ന് താഴെ വരും, പിന്നെയും കയറി പിടിക്കും. അങ്ങനെ കുറെ പെയിൻ എന്നുള്ളൊരു സംഭവം തന്നെ. അതൊക്കെ ഈ അടുത്ത അതെങ്ങനെയാണ് അവസരം കിട്ടിയത്? കാണാൻ അല്ല, അത് അങ്ങനെ അവസരം കിട്ടില്ല. അതൊക്കെ ഞാൻ അതിലൊരു വലിയ സ്റ്റോറി ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ട്. അല്ല, ഇപ്പം നമ്മളിപ്പോൾ ഇത് വന്നല്ലോ, അങ്ങനെ കുറേ സാധനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പിന്നെ ഞാൻ സൈക്ലിംഗ് തന്നെ കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പാരാഒളിമ്പിക് അത്ലറ്റ് ആവണം എന്നുള്ള ലെവലിൽ എല്ലാ കോൺസെൻട്രേഷൻ ചെയ്ത് ഞാൻ ചെയ്തത്. പക്ഷെ കിഡ്നി ഡൗൺ ആയിക്കൊണ്ടിരുന്നു. ഇവൻ ഞാൻ പൊന്മുടിയൊക്കെ ചെയ്യുന്ന സേവനത്തൊക്കെ നല്ല രീതിയിൽ ഡൗൺ ആയി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കാര്യം നമ്മൾ ഒരു കിഡ്നി ഒരു പരിധിക്കപ്പുറം നമ്മൾ പുഷ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ട്. അവൻ ഡീഹൈഡ്രേഷൻ ഒക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡീഹൈഡ്രേഷൻ വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വെള്ളമൊന്നും യൂസ് ചെയ്യാതെ ഞാൻ പൊന്മുടിയൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് ഡീഹൈഡ്രേഷൻ നന്നായിട്ട് വന്നിട്ട് ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പം അവർ പെട്ടെന്ന് ഈ കയ്യിൽ AV ഫിസ്റ്റുല ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ അവർ മറ്റേ നോർമലി ഈ ഒരു സർജറിക്ക് വേണ്ടി ഒരു സ്പാനൽ അനസ്തീഷ്യ ഒന്നും എടുക്കത്തില്ല. ഈവൻ ഈ കയ്യിൽ ജസ്റ്റ് ഒരു ഫിസ്റ്റുല ചെയ്ത് വയ്ക്കാനായിട്ട് അവർക്ക് ഇതാണ് ഫിസ്റ്റുല. ഇത് ആക്ച്വലി ഡയാലിസിന് വേണ്ടി ഒരു അഡാപ്റ്റർ ചെയ്ത് നിൽക്കുന്നതാണ്. ഡയാലിസിന് ആക്ച്വലി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കംപ്ലീറ്റ്ലി നമ്മൾ കയ്യിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതുവഴിയാണ് ഇപ്പം ഡയാലിസിസ് ഉണ്ടായപ്പോൾ ഇല്ല, എനിക്കിപ്പോൾ 3 വർഷം ചെയ്തിരുന്നു. ഇതൊരു അഡാപ്റ്റർ മാത്രമാണ് ഡയാലിസിസ് ചെയ്യാനുള്ളൊരു പെയിനെ വലുതാക്കുന്നൊരു ഇതാണ്. ഒരു സിസ്റ്റം പോലത്തെ ഒരു സാധനം ഇവിടെ ഇടാം. നമുക്ക് വേറൊരാൾ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു സാധനം ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം അത് നമുക്ക് എനിക്ക് സർജറി ചെയ്ത സമയത്തൊക്കെ എനിക്ക് നല്ല ഫീലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സർജറിക്ക് ഇപ്പം അങ്ങനത്തെ ഒരു ഇതൊക്കെ വന്നു. അപ്പം പറഞ്ഞു ഇങ്ങനെ കുറേ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെ ബ്ലൈഡ് കൊണ്ടോ ഒന്നും മുറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഈ കയ്യിലൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. എന്തായാലും ഒന്നും സംഭവിച്ചില്ല, പേടിക്കണ്ട. അയ്യോ, ശരിക്കും ശ്യാമിന്റെ കഥയല്ല, ജീവിതം കേൾക്കുമ്പോ എൻ്റെ അമ്മച്ചേ. ഞാനെന്നല്ല, ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ആളുകളൊക്കെ എന്ത് ഭയങ്കര സുഖം, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളില്ലാണ്ട് എല്ലാം ഇപ്പൊ ചെറിയൊരു ഇഷ്യൂ ആണെങ്കിൽ അതിൽ ഇന്റൻസിറ്റി എടുക്കുമ്പോഴത്തേക്കും ഡീപ് ലെവൽസ് ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ടും കരയുന്ന ആളാണ്. കാരണം എനിക്കൊരു കുഞ്ഞു കാര്യങ്ങൾ ഇമോഷൻസ് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുന്ന ആളാണ്. എനിക്ക് കുഞ്ഞു കാര്യം മതി, ഞാൻ പെട്ടെന്ന് കരയും. ശ്യാമിന് എന്റെ ദൈവമേ തൊഴുത്ത് ഞാൻ ശരിക്കും. എനിക്ക് 2 വർഷം വരെ കരഞ്ഞ് എനിക്ക് സ്വയമേ ഞാൻ കരഞ്ഞെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യത്തിലൊക്കെ, അല്ലാതെ ഇമോഷണലിയൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ കരഞ്ഞു, കണ്ണിന് വെള്ളം വരുമെന്നല്ലാതെ എനിക്ക് കരഞ്ഞതായിട്ട് ഫീൽ ചെയ്യണ്ടായിട്ടില്ല. ഇത്രയും കഷ്ടം വരെ അങ്ങനെ കരഞ്ഞൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. അതിനുള്ളൊരു ഇന്റൻസിറ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നില്ല. അത് ഇപ്പം ഈ പറഞ്ഞ പാരാഒളിമ്പിക്കിലൊക്കെ അത്ര ആഗ്രഹിച്ചിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞില്ലേ നട്ടലിൽ എനിക്ക് ഇതെടുക്കുന്നുള്ളത്, അനസ്തീഷ്യ എടുക്കുന്നത്. എനിക്കിപ്പം 12 സർജറിക്ക് ശേഷം എനിക്ക് ഒരു സർജറീസും നോർമലി അനസ്തീഷ്യയിൽ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു സ്പൈനൽ അനസ്തീഷ്യ തരാം. അപ്പോൾ എൻ്റെ ഈ പറഞ്ഞ ഓഗ്മെന്റേഷൻ ആ ഒരു സംഭവത്തിലാണ് എൻ്റെ ടെസ്റ്റിസ് ഒരെണ്ണം വൈറ്റിനകത്തിരിക്കുന്നത് കണ്ടെത്തുന്നത്. അതും റിമൂവ് ചെയ്തു. അതെൻ്റെ ചോദിക്കാൻ തന്നെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു സർജറി വന്നിട്ട് അതുകൊണ്ട് രാവിലെ തുടങ്ങിയ സർജറി രാത്രി വരെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സർജറിക്ക് മുന്നേ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. ഇത്രയും വലിയ സർജറീസ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ, കാര്യം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഉള്ള സർജറിയാണ്, ഇത്രയും റിസ്ക് ഉള്ള സർജറിയാണ്. അപ്പോൾ അവർ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു നട്ടിലൊരു ട്യൂബ് ഇടും, ഒരു നീഡിലിട്ടിട്ട് ട്യൂബ് ഇടും. അപ്പം അത് പച്ചക്കാണ് ചെയ്യുന്നതൊക്കെ. അപ്പം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ തിരിച്ചോണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയർ എന്തായാലും ഈ ഒരു ചെറിയൊരു സർജറിക്ക് വേണ്ടി ചെയ്യത്തില്ല അവർ. അപ്പോൾ ജസ്റ്റ് അവർ മരവിച്ച് നോക്കി. കട്ട് ചെയ്യുന്നവരെ എനിക്ക് മരവിപ്പുണ്ടായിരുന്നു, എന്നെ മരവിപ്പൊക്കെ പോയി. അപ്പം മനസ്സിലായി ഇവിടെ മരവിപ്പൊന്നും ഇല്ല എന്നുള്ളത്. എനിക്ക് നല്ല പെയിനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോ, സർജറി ചെയ്തോ, കുഴപ്പമില്ല, കുഴപ്പമില്ല. 2 മണിക്കൂർ ഈ സർജറി ചെയ്യുന്നവരെ ട്യൂബ് ഇട്ട് ഇതിനും ഈ കാര്യം എൻ്റെ ഈ കയ്യിൽ വെയിന് വലുതാകും. ഈ കയ്യിലാണ് നോർമലി ഫിസ്റ്റുലസ് ഇടുന്നത്, പക്ഷേ ഈ കയ്യിൽ എനിക്ക് ഇടാൻ പറ്റില്ലായിരുന്നു. അതായത് എനിക്ക് വെയിൻസ് ഇല്ല, ഞാൻ പറഞ്ഞു വെയിന് വളർച്ചയില്ലാത്തതുകൊണ്ട് വെയിൻസ് ഇല്ല. അപ്പോൾ ഈ കയ്യിലൊരു നെർവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്യൂബ് ഇട്ട് വലുതാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരതെല്ലാം ചെയ്ത് 2 മണിക്കൂറോളം എടുത്ത് സർജറി സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ ഇന്ന് സർജറി കഴിഞ്ഞ് ഫുള്ളായിട്ടാണ് അങ്ങനെ വരും. പിന്നെ എനിക്ക് ഈ പറഞ്ഞ മെയിൻ ഇപ്പം നമ്മൾ നോർമലി കിഡ്നി ഫെയിലിയർ ആവുന്ന ഒരു കുട്ടിക്ക് ഇവിടെ ടെമ്പററി ഡയാലിസിസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. മെയിൻ നെർവിനടുത്ത് എനിക്ക് അതൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് ആകെ ഉള്ളൊരു പോസിബിലിറ്റി ഈ കയ്യിൽ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമാണ്, ഈ ഒരു നെർവിൽ ഇത് ചെയ്ത് ചെയ്യണം. അപ്പം ഇത് അത്ര രീതിയിൽ ഞാൻ കെയറും ചെയ്യണം. ഞാൻ കെയറൊന്നും ചെയ്തൊന്നുമില്ല. ഞാൻ 6 മാസം കഴിഞ്ഞ് പുഷപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ വെയിറ്റ് പോലും എടുക്കാൻ പറയും, ഒരു മഗ് വെയിറ്റ് പോലും എടുക്കാൻ പറയത്തില്ല, സമ്മതിക്കത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പുഷപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ്
അത് ഇപ്പോഴും പറയും, ഡോക്ടേഴ്സ് ഇപ്പോഴും പറയും, ഇത്രയും കാലമായിട്ട് ഒരാളുടെ ഫിസ്റ്റില ഇത്രയും വെയിൻ ഇല്ലാത്തൊരു ഒരു നല്ലൊരു വെയിൻ പോലും ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫിസ്റ്റില സർവ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇതാണ്. ഇനി ഞാൻ വെയിറ്റ് എടുക്കുന്നതൊക്കെ നല്ല ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്നതാണെങ്കിലും എൻ്റെ വെയിറ്റ് എടുക്കുന്നതാണെങ്കിലും ഞാൻ ഇവൻ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്തപ്പോഴാണെങ്കിലും എല്ലാം വെയിറ്റ് എടുക്കുന്നുണ്ട്, ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇതൊന്നും ഇത് തന്നെ ബാധിക്കുന്നില്ല, ഇങ്ങനെയുള്ളൊരു കേസ് എക്സ്ട്രീം ചെയ്തൊരു കാര്യം. അപ്പം ഈ പറഞ്ഞു വന്ന പോലെ ഈ സർജറീസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതായത് ഇപ്പം അവർക്കറിയാം ഞാൻ എന്തായാലും ഈ ഡയാലിസിസിലോട്ട് പോവുകയാണ്, ഇപ്പം എല്ലാം പ്ലാൻഡാണ്. അപ്പോഴാണ് എൻ്റെ ഈ പറഞ്ഞ പാരാഒളിമ്പിക്കിലോട്ടൊരു ഹോപ്പൊക്കെ എനിക്ക് വരുന്ന രീതിയിൽ എനിക്കൊരു സപ്പോർട്ടും, അതായത് ഫിനാൻഷ്യൽ സപ്പോർട്ടല്ല, നമുക്കൊരു ട്രെയിനിങ് സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നു. ഇത് ആരും അങ്ങനെ ഏറ്റെടുക്കത്തില്ല, ഇങ്ങനെ ഒരു കുട്ടീനെ ട്രെയിൻ ചെയ്യാൻ പോലും എടുക്കുക. ഇത് ഹൈ ഇൻറ്റൻസിറ്റി ആണത്. നമ്മൾ നോർമൽ സൈക്കിൾ ഒരു മീഡിയം മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയും, പക്ഷേ ഇതൊരു VO ടു എക്സ്ട്രീം ലെവൽ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള സ്പോർട്ടാണ്. വെൻ അതൊരു റേസിംഗ് ലെവലിലോട്ട് വരുമ്പോൾ, ഒരു സൈക്ലിംഗ് എന്ന് പറഞ്ഞ സാധനം റേസിംഗ് ലെവലിലോട്ട് വരുമ്പോൾ അത്രയും ലെവലിൽ നമ്മൾ ബോഡി ട്രെയിൻ ചെയ്യണം നമ്മൾ. അതുപോലെ ഹാർട്ട് ട്രെയിനിങ് ചെയ്യണമെങ്കിൽ കാർഡിയക് ലെവലിലൊക്കെ ട്രെയിൻ ചെയ്യേണ്ടി വരുന്ന ഒരു എക്സ്ട്രീമിറ്റി ഉണ്ട്. അപ്പം ഇത്രയും കണ്ടീഷൻസ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഇത്രയും മെഡിസിൻസ്, അപ്പം ഞാൻ എടുത്തുകൊണ്ടിരുന്ന അറൗണ്ട് 32 ടാബ്ലറ്റ്സ് പെർ ഡേ ആണ്. 32 ടാബ്ലറ്റ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കുട്ടിക്ക് അവർ നോർമലി ട്രെയിൻ റെഫർ ചെയ്തില്ല. ബിക്കോസ് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള പ്രോട്ടീൻ ലെവലൊന്നും എടുക്കാനുള്ള ഒരു പോസിബിലിറ്റീസ് ഒന്നുമില്ല. അപ്പം നമ്മൾ ഗെയിനിങ് എന്ന് പറയുന്നത് തന്നെ ഒരു പോസിബിലിറ്റീസ് ഇല്ല വർക്കൗട്ടിൻ്റെ പെർസ്പെക്റ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ. അതും അങ്ങനെ ഇരിക്കുന്നൊരു പോയിന്റിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് കിഡ്നി ഫെയിലറായിട്ട് ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇനിയിപ്പോൾ ഞാൻ മുന്നോട്ട് ചിലപ്പോൾ എനിക്ക് ജീവിക്കുമ്പം ഉള്ള പോസിബിലിറ്റീസിൻ്റെ റിസ്ക്കും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഒരു മാസത്തോളം എടുത്ത് എനിക്ക് അമ്മയെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അമ്മയുടെ അടുത്ത് പോയിരിക്കുന്നു, സംസാരിക്കുന്നു, കരയുന്നു. ഇത് തന്നെയാണ് റൊട്ടീൻ ഈ ഒരു മാസവും. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ മരിക്കുമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരൂലായിരിക്കാം, പക്ഷേ എനിക്ക് ഈ യാത്ര വേണം എന്ന് പറഞ്ഞു. അതായത് എനിക്ക് പേഴ്സണലി എനിക്ക് ലൈഫിൽ വേറെ ഒന്നും നല്ലതൊന്നോ ചീത്തതൊന്നും പറയാനൊന്നുമില്ല. അപ്പം എനിക്ക് ഈ ഒരു യാത്ര എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മാസത്തേക്കുള്ള, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് 30 ദിവസത്തേക്കുള്ള യൂറിൻ ബാഗ്, യൂറിൻ ട്യൂബ്, ബ്ലഡ് വാഷിനുള്ള NS അതൊരു 4-5 എടുത്ത്. കാരണം അത് റീഫിൽ ചെയ്യാൻ പറ്റും, നമുക്ക് നോർമലി കടകളിലൊന്നും വാങ്ങിക്കാൻ പറ്റും. പക്ഷേ യൂറിൻ ബാഗും യൂറിൻ ട്യൂബും നമുക്ക് നോർമൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല, ഉള്ളി സർജിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുള്ളൂ. ഇപ്പം ഇപ്പം ട്രിവാൻഡ്രത്ത് ഒരു 3-4 ഉള്ളൂ സർജിക്കൽ ഷോപ്സ്. നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം എൻ്റെ കയ്യിൽ യൂറിൻ ട്യൂബ് ഇല്ല എന്നൊരു സിറ്റുവേഷൻ വന്നാൽ പോലും എനിക്ക് വെറുതെ ഒരു നോർമൽ കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല. അത്രയും കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരു ഇപ്പം മെഡിക്കൽ സ്റ്റോർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, മനസ്സിലായി, സർജിക്കൽ ഷോപ്പിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം അതിൻ്റെ ഒരു റിസ്ക്കും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം കിട്ടി, എല്ലാം സെറ്റാക്കി ഒരു ബാഗിന്, എൻ്റെ സൈക്കിളിൻ്റെ ബാഗിൽ ശരിക്കും കാരിയറല്ല, കാരിയർ വെപ്പിച്ചിട്ട് ടെമ്പററി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന കാരിയർ ഉണ്ട്, അത് വാങ്ങിച്ച് വെച്ചിട്ട് ബാഗെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ട്രാവൽ ചെയ്ത് ഇറങ്ങി. അതൊരു 3.5 ക്രെഡിറ്റിനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ക്രെഡിറ്റ് നല്ല ഹൈ ആയിരുന്ന സമയത്ത് ഡയാലിസിസ് വേണമെന്നുള്ളൂ, ഉടനെ തന്നെ വേണം എന്നുള്ള സിറ്റുവേഷനിൽ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 6 days കൊണ്ട് അറൗണ്ട് 1000 kilometers. കണ്ണൂരെത്തിയ സമയത്ത് എൻ്റെ കിഡ്നി ഫുള്ളി നോണായി, ഫുള്ളി അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി, ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങി. രാത്രി ഒരു റൂമിൽ വന്ന് സ്റ്റേ ചെയ്ത സമയത്ത് അന്ന് സൈക്ലിംഗ് റിപ്പയറിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ റിപ്പയറിംഗ് കാര്യങ്ങൾ, ഞാൻ പുറത്ത് പൈസ അങ്ങനെ ചിലവാക്കത്തില്ല, ഞാൻ എന്ത് സാധനം ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുക, റിപ്പയർ ചെയ്യും, എല്ലാം സെറ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അവിടെ ഒരു ചേട്ടൻ, ഒരു കണ്ണൂർ സൈക്ലിംഗ് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ആ ചേട്ടൻ്റെ കടയുണ്ടായിരുന്നു. ആ കടയിലാണ് ഞാൻ ഇത് റിപ്പയർ ചെയ്തിട്ട്, അവിടെ ചേട്ടൻ ഇല്ലായിരുന്നു, റിപ്പയർ ചെയ്യുന്ന ചേട്ടനില്ല, രാത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ദോശയൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ കഴിക്കാൻ, നീ പോയിട്ട് എല്ലാം റെഡി ആക്കിയിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞപ്പോൾ അറൗണ്ട് 2 മണിയായി. എന്നിട്ട് ഞാൻ റിപ്പയർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, താഴെ റൂമിൽ പോയിട്ട്, പുള്ളി ലോഡ്ജ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോഡ്ജിൽ പോയിട്ട് കടന്നിട്ട് എന്തായാലും ദോശ കഴിക്കണമല്ലോ, അപ്പം ഫുഡ് എടുത്ത് വെച്ചിട്ട് ദോശ തുറന്ന ഒരു മണം അടിച്ചിട്ട് പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. ഈ ഛർദ്ദിക്കാനുള്ള കാരണം വേറെയാണ്, പക്ഷേ ഇത് ഛർദ്ദിക്കാൻ തുടങ്ങി ഒരു 10-15 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്കും ബോധമൊക്കെ പോകാൻ തുടങ്ങി. അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സ് മാത്രമേ കൊണ്ടുപോകും, ബിക്കോസ് കൂടുതൽ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ മാക്സിമം ഡ്രസ്സ് കൂടുതൽ നനച്ചിട്ടിട്ടാണ് പിറ്റേ ദിവസം ഇറങ്ങി പോകുന്നത്. അപ്പം രാത്രി ഡ്രസ്സും ഇല്ല, ഞാനൊരു റൂമിൽ ജീവിക്കുമ്പോൾ ദിവസമാണ്. പെട്ടെന്ന് ഡ്രസ്സ് എടുത്തു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നനച്ചിട്ട് ജസ്റ്റ് ഇതാക്കിയിട്ടിരുന്ന ഡ്രസ്സെടുത്ത് നനച്ച് കയറി ബോധം പോകാൻ, കണ്ണൊക്കെ മാറാൻ തുടങ്ങി, ബോധം പോകാൻ തുടങ്ങി, കണ്ണ് സൈഡിലോട്ടൊക്കെ മാറാൻ തുടങ്ങി. അപ്പം എന്തായാലും പോലീസിനെ വിളിച്ച് ആരെയും വിളിച്ചു. അന്ന് കൊറോണയും കൂടെ ഉണ്ടായിരുന്ന സമയം, അത്രയും റിസ്ക്കും ഉണ്ട്, എക്സ്പോഷർ റിസ്ക്കും ഉണ്ട്. 108 വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ പോലീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് വിടാമെന്ന്. അവർക്ക് കൊറോണ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവർക്ക് അതൊരു പോസിബിലിറ്റി ഇല്ല. അങ്ങനെ അവർ പിന്നെ ബോധം പോയി. എൻ്റെ പോലീസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോധം പോയി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പിറ്റേ ദിവസം ആയപ്പോൾ ഞാൻ ഇങ്ങനെ രാവിലെ എണീറ്റ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു രാത്രി ഒരു 10-15 കഥയൊക്കെ ചവിട്ടി പൊളന്ന് എടുത്തോളൂ, കഥ തുറക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ കംപ്ലീറ്റ് കുറ്റിയിട്ട് വെച്ചിട്ട്. അപ്പം അവർ കഥയൊക്കെ പൊട്ടിച്ചിട്ട് എടുത്തോണ്ട് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പുള്ളിയൊക്കെ വിഷമിച്ച്, എനിക്ക് പുള്ളിക്ക് എന്ത് ചെയ്യണമെന്നതൊന്നും അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ സിറ്റുവേഷനൊക്കെ
അങ്ങനെ എൻ്റെ അമ്മ വിളിക്കാൻ വിളിച്ച്. അപ്പോൾ അമ്മ പറഞ്ഞു നീ ഇപ്പോൾ ഇവിടെ എത്തണം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ആ ഒരു വഴിക്ക് ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നാൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാമൻ ഈ ടൂറിസത്തിൻ്റെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പം പുള്ളിക്ക് ഇങ്ങനെ കോൺടാക്ട്സ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ നിന്നൊരു ഒരു ട്രാവലറിനെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് നേരെ നാട്ടിലോട്ട് എത്തിച്ചു. ഒരു പിറ്റേ ദിവസം രാത്രി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ നാട്ടിലെത്തി ഹോസ്പിറ്റലിൽ പോയി. ആ ദിവസം തന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. ക്രിയേറ്റിൻ ഹൈ 6 നേരെ ഡയാലിസിസ് ഫസ്റ്റ് ചെയ്യുന്നു. ഇവിടെ തന്നെ ചെയ്തു. ഓക്കെ സെറ്റായി. പിന്നെ ഒരു 3 വർഷത്തോളം ഡയാലിസിസ്. അതിൻ്റെ ഇടയിൽ ജന്മി അത് ഇത് പിന്നെ ലൈഫ് മൊത്തം ഹോപ്പ്ലെസ് ആയി. കാര്യം ഇത്രയും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്, ഇത്രയ്ക്ക് എക്സ്ട്രീം ചെയ്ത ഒരാളാണ്, ആ ഒരു പാഷന് വേണ്ടി അത്രയും അനുഭവിച്ച ഒരാളാണ്. അതെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം പോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഓരോ കുട്ടികളും മരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡയാലിസിന് അത്രയും റിസ്ക് ഉണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾ മരിക്കുന്നതാണെന്നുണ്ട് അടുത്ത് ഞാനാണെന്നുള്ള കാര്യം അത്രയും റിസ്ക് ഉണ്ട് എനിക്ക്. അപ്പം ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നോർമലി ഒരു കിഡ്നി ഫെയിലറും അല്ല. ഇപ്പോൾ കോംപ്ലിക്കേഷൻസിൻ്റെ എക്സ്ട്രീമിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് പോസിബിലിറ്റി ഇല്ല അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു എൻ്റെ പെട്ടെന്ന് ഹാർട്ടിന് ചെറിയ രീതിയിൽ വേരിയേഷൻസ് വന്നു തുടങ്ങി. കാര്യം ഡയാലിസിസ് ഒരു പരിധിക്കപ്പുറത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വേരിയേഷൻസ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം എന്നുള്ളൊരു ഇത് തോന്നുന്നു. അപ്പം അമ്മേരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതി പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അമ്മേരെ ഓക്കെയാണ്, പക്ഷെ വേറെ ആർക്കും വീട്ടിൽ തന്നെ എൻ്റെ അനിയത്തിനാണ്. ഞാൻ പറഞ്ഞു ഞാൻ വെച്ചാൽ അവിടെ നിന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞു. അത് എൻ്റെ ലൈഫിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അവൾ അങ്ങനെ ജീവിക്കട്ടെ. ഞാൻ എന്തായാലും ഇത്രയൊക്കെ അനുഭവിച്ച് ഇങ്ങനെ ജീവിക്കല്ലേ, എനിക്ക് പിന്നെ അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് വേറെ ലൈഫോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വാട്ടെവർ അത് അവളങ്ങ് ജീവിക്കട്ടെ, ഞാൻ ജീവിക്കുന്നതിന് ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ് ട്രാൻസ്പ്ലാന്റേഷൻ കാര്യം പ്രോസസ്സൊക്കെ കണ്ടിന്യൂ ചെയ്ത്. അപ്പോൾ അമ്മയുടെ കാര്യം ഓക്കെ ആണെന്ന് പറഞ്ഞു. ഒരു 50% ഒരു ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഒരുപാട് റിസ്ക് ഉണ്ട്. ബിക്കോസ് ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും ഒരിടത്ത് വിട്ടെടുക്കുക. അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോഴത്തേക്ക് അവരാദ്യമേ റിജക്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ഇത്രയും സിവിയർ ആയിട്ടുള്ള പേഷ്യൻ്റ് ആരും എടുക്കത്തില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് കിംസ് ഏറ്റെടുക്കുന്നതും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഓ, അതായത് ഓൾറെഡി 2 എടുത്ത് കളഞ്ഞിട്ട് പിന്നീട് അത് അവിടെ തന്നെ ഈ അവർക്ക് ചെയ്യണമെങ്കിൽ കിഡ്നി റിമൂവലും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ എപ്പോഴും ചെയ്യുന്നത്. ആ സമയത്ത് റിമൂവ് ചെയ്ത കൂട്ടത്തിൽ തന്നെ റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞിട്ട് സർജറി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് അല്ലേ. അതായത് 2 കിഡ്നി 3 കിഡ്നിയിൽ 2 കിഡ്നി കളഞ്ഞു, കൂട്ടത്തിൽ അമ്മയുടെ ഒരു കിഡ്നിയും കൂടെ എടുത്തു വെച്ചു. അമ്മയെ വെക്കുന്ന സമയത്ത് ഒരുപാട് അമ്മയ്ക്ക് 5% ഇതുണ്ടായിരുന്നു, യൂട്രസ് റിമൂവലും കൂടെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് 5% ഇതുള്ളതുകൊണ്ട്. അപ്പം 2 സർജറി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തു. അമ്മയ്ക്ക് ഒരു സർജറി ചെയ്തിട്ട് യൂട്രസ് റിമൂവലും എനിക്ക് കിഡ്നി മാറ്റി വയ്ക്കുന്നതും കൂടി ഒരുമിച്ച് ചെയ്ത് ഞാൻ പുറത്തുനിന്ന്. അതിനുശേഷം എനിക്ക് ഒരു 10 ക്ലാസ്സിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൊന്നും കൂടെ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവൊന്നും ഇല്ലാതെന്ന കാര്യം അവർക്കറിയാം. അപ്പം ഇങ്ങനെ കുറേ റിസ്ക് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ മാറി വന്നത്. മാറുന്നപ്പോൾ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ഇങ്ങനെ പെട്ടെന്ന് മാറുന്നപ്പോഴത്തേക്ക് ഭയങ്കര പെയിനായി. അപ്പം ഈ ഹാലസിനേഷനും അതും ഇതും വേറെ അങ്ങനെ ലൈഫ് വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പെയിനായി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഡിപ്രഷൻ്റെ അവസ്ഥയിലൊക്കെ പോയി. അതിനുശേഷം അങ്ങനെ വലിയ നല്ല ലൈഫൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറേ ഇതൊക്കെ നടന്നപ്പോഴേ അതൊക്കെ ഇങ്ങനെ പോയ സമയത്തായിരുന്നു ഇങ്ങനെ കുറച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറച്ച് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പറയാൻ പറ്റാത്തതായിട്ടുള്ള കുറേ ആക്സെപ്റ്റുകൾ ഉണ്ട് എൻ്റെ ലൈഫിൽ. സമയത്ത് വല്ല പ്രണയങ്ങളോ ഇഷ്ടങ്ങളോ? ഇഷ്ടങ്ങളുണ്ടായിരുന്നു, ഇഷ്ടം മാത്രം. പ്രണയം എന്ന് പറയാനുള്ളൊരു പ്രിവിലേജ് എനിക്കില്ല അതിനെ. അല്ല അത് ഇപ്പം ഇത്രയും റിസ്ക് ഉള്ള കുട്ടി ആരും ഏറ്റെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ല. അപ്പുറത്തേക്കുന്ന ആൾക്കല്ല റിസ്ക്, പ്രണയത്തിലെ റിസ്ക്. ഭയങ്കര രസമുണ്ട് ഷാവിനെ കാണാൻ, ഭയങ്കര രസമാണ്. ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ, നല്ല ബോഡി ബിൽഡിങ്, നല്ല ബോഡി, വെരി ഹാൻഡ്സം. But I choose different. I choose to be alone. അത്രേ ഉള്ളൂ. അതൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചിന്തിക്കരുത്. കോളേജിൻ്റെ ഒരു ടൈമിലൊക്കെ ഒരു പുറത്തൊരു കുട്ടി ഇഷ്ടമുണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ ഒരു ഡിപ്രഷൻ ആയി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അല്ല, അത് അവൻ കാരണം ഡിപ്രഷൻ ആവാൻ കാരണം ഞാൻ ഒരു കുട്ടിയുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു ഒരു കഴിവില്ലാത്തൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഫുള്ളി ഡാമേജ് ടൈപ്പ്. അത് കാര്യം ഞാൻ എല്ലാ കേസും പറഞ്ഞു, എൻ്റെ ഇങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞ എല്ലാ കേസും പറഞ്ഞു, ടെസ്റ്റിന് എല്ലാം പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്ത് തന്നെ തിരിച്ചു ഇങ്ങോട്ട് പറഞ്ഞു. ഓക്കെ ശരി. അല്ല അത് നല്ലതല്ലേ, നമ്മൾ സ്നേഹം തന്ന് വഞ്ചിക്കുന്നതിലും നല്ലതല്ലേ. അതൊരു വലിയ കാര്യമാണ്. കാരണം കുട്ടിത്തോന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് പറഞ്ഞു അത് പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വന്നു. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു ശ്യാം വലിയ ആളാണ്. 23 വയസ്സില് ശ്യാം ഞാൻ എന്തോരം ലെസൺ എന്നെ പഠിപ്പിച്ച ഈ 5 നിമിഷം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു പോയിന്റ്, അത് ട്രാൻസ്പ്ലാന്റേഷന് മുന്നേ ആയിരുന്നു ഈ ഒരു പോയിന്റൊക്കെ. ഒരു ഡയാലിസിസ് സിറ്റുവേഷനിലൊക്കെ ഇടയ്ക്കൊക്കെ ആയിരുന്നു. അതിന് മുന്നേ കുറച്ച് മുന്നേ ആയിരുന്നു, ഡയാലിസിസ് തുടങ്ങുന്നതിനൊക്കെ മുന്നേ ആയിരുന്നു.
ആ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കിഷ്ടങ്ങൾ വരും, ബിക്കോസ് ഞാൻ ഒരു മനുഷ്യനാണ്. അഫ്കോഴ്സ് കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്യും, എനിക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അപ്പം എക്സ്പെക്ടേഷൻസ് കാര്യം ഞാൻ വേറെ ലൈഫിൽ എങ്ങനെ നല്ലതെന്ന് പറയാനുള്ള ഒരു ഗ്ലോറിഫിങ് ലെവലിലോ അല്ലെങ്കിൽ ഒന്നും ജീവിച്ചിട്ടില്ല. അപ്പം അറ്റ്ലീസ്റ്റ് ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും എനിക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന സമയത്ത് ലൈക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പറയാനെങ്കിലും പറ്റുമല്ലോ, നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കാനെങ്കിലും ഒന്ന് പറ്റുമല്ലോ എന്നുള്ളൊരിതായിരുന്നു. അപ്പം ആ ഒരു സൈഡിലാണ് ചിന്തിച്ചിരുന്നതൊക്കെ. അപ്പം അങ്ങനെയാണ് ഞാൻ കുറച്ചിങ്ങനെ അപ്രോച്ചൊക്കെ ചെയ്ത് നോ തന്നെ പറഞ്ഞിട്ടുള്ളത്, ആരും എസ് ഒന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോയിട്ടുണ്ടിരുന്നപ്പോഴാണ് ഈ കംപ്ലീറ്റ്ലി ഒരു അതായത് ഇത്രയും റിസ്ക് ആയിട്ടുള്ള സർജറി. അപ്പോൾ എനിക്ക് ചെയ്യുന്ന സർജറി സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരുന്നു, നോർമൽ ട്രാൻസ്പ്ലാന്റേഷനും അല്ല, സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ. സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ നോർമലി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ടോക്സിൻസ് കൊടുക്കും. ടോക്സിൻസ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ അവരുടെ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്മ്യൂണിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇമ്മ്യൂണിറ്റി പാടില്ല, ബിക്കോസ് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ പച്ചക്കറി കിഡ്നി അടിച്ചു പോകും, ബിക്കോസ് അത് റിജക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി സപ്രസൻസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പം സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ വേൾഡിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് ചെയ്തിട്ടുള്ളൂ, ബിക്കോസ് അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാകത്തുള്ളൂ. ബിക്കോസ് നോർമൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പം നമുക്ക് ഈ ടോക്സിൻസ് എടുക്കുന്നതിൻ്റെ കൂടെ സ്റ്റെറോയിഡ്സ് കൂടെ എടുക്കാൻ പറ്റും. അപ്പോൾ ടോക്സിൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റും ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്ന ലെവൽ, മനസ്സിലാകുക. അങ്ങനെയാണ് ഈ സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. പക്ഷേ ആ സർജറി ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഈ റിസ്ക്കും കാര്യങ്ങളും മുന്നോട്ട് നിനക്ക് അധികം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഫിസിക്കലി വർക്ക്ഔട്ട് ചെയ്യുന്നതൊക്കെയാണ് എനിക്ക് ഇഷ്ടം, അല്ലാതെ എനിക്ക് വീട്ടിനകത്ത് മാത്രം ജീവിച്ച് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി ഇത്രയും സർജറി കഴിഞ്ഞ് വന്ന ഒരാളാണ്. അപ്പം വീണ്ടും അങ്ങനെ ഒരു ലീഡിലോട്ട് വിടുന്നേക്കാൾ ഏറ്റവും ബെറ്റർ എന്താ പറയുക, ഒരു ഇങ്ങനൊരു റിസ്ക് എടുത്താൽ എനിക്ക് കുറച്ച് നാളത്തേക്ക് എനിക്ക് പേഴ്സണലി സന്തോഷിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ചൂസ് ചെയ്തു. സർജറി കഴിഞ്ഞ് വന്നു, ഇടയ്ക്ക് ചെറിയൊരു സിറ്റുവേഷനൊക്കെ വന്നു. അങ്ങനെ കുറെ സിറ്റുവേഷൻ. അതെ, എന്നിട്ട് ആ ഒരു സിറ്റുവേഷനാണ് എനിക്കിങ്ങനെ കുറെ നാളായപ്പോൾ വീട്ടിൽ കിടന്ന് ഭയങ്കര ഡിപ്രഷൻ, ഒരു പെർസ്പെക്റ്റീവ് അതും കൂടി നല്ല രീതിയിൽ വന്നപ്പോഴത്തേക്കും ലൈഫ് വേറെ ഒന്നും നല്ലതെന്ന് പറയുന്ന ഒരു പോയിന്റും ഇല്ല. അമ്മയ്ക്ക് അമ്മ യൂസ്ഡ് ടു സീ ഇങ്ങനൊരു കണ്ടീഷനിൽ എല്ലാം കണ്ട് ശീലിച്ചു പോയി. അപ്പം അമ്മയുടെ അടുത്ത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർ പ്രായം കഴിഞ്ഞ് വന്നിട്ടും 22 വയസ്സിലാണ് ആ സംഭവം നടക്കുന്നത്. അപ്പോൾ 22-23 വയസ്സിലാണ് ആ സംഭവം നടക്കുന്നത്. അപ്പം ആ ഒരു പ്രായത്തിൽ എന്തായാലും ഇപ്പോൾ ഒരു വർഷം മുന്നേ, ഒരു വർഷമല്ല 8 മാസം മുന്നേ അതാണ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പം പണ്ടുപോലെ ഈ പറഞ്ഞ സൂയിസൈഡ് ടെൻഡൻസിയും പല സിറ്റുവേഷനിലും ഉണ്ടാവാറുണ്ട്. അത് ഓഫ്കോഴ്സ് എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ അവരങ്ങനെ ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം അതായിരിക്കും ഡോമിനൻ്റ് ആയിട്ട്. എനിക്ക് ഈ ഒരു പോയിന്റിൽ ഭയങ്കര എക്സ്ട്രീമായിട്ട് വന്നു. എന്നെ ഒരു 6 ദിവസം 7 ദിവസം ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ലെവലിലോട്ട് എനിക്ക് അത്രയും ഭയങ്കര ഭീകരമായിട്ടുള്ള ഇത് വന്നു. ഇപ്പം സൈക്കാട്രിക് ലെവലിലുള്ള കുറച്ച് സൈക്കോളജിയാണ് പഠിച്ചിരുന്നത് MG കോളേജിൽ. അപ്പം അതിൽ കുറച്ച് അറിയാന്നുള്ള കുറച്ച് ആൾക്കാരത്ത് ഇങ്ങനെ ജസ്റ്റ് റെഫറൻസ് എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞു എനിക്ക് ഈ പറഞ്ഞ മെഡിസിൻസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അവരുടെ മെഡിസിൻസും ഇപ്പം ഡിപ്രഷൻ ഫ്രീ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ മെഡിസിൻസ് എടുക്കുകയാണ്, ടോക്സിൻ ലെവൽ മെഡിസിൻ എടുക്കുകയാണ്, അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓക്കെ വാട്ട് എവർ ഐ ക്യാൻ ടേക്ക് കെയർ, ബിക്കോസ് ഞാൻ അങ്ങനെ ബിലീവ്സ് എന്നുള്ള ഒരാളല്ല. ഉള്ളിൽ വേറെ ബിലീവ്സ്, ഐ ബിലീവ് മൈ സെൽഫ് കംപ്ലീറ്റ്ലി. എന്നെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്കത് മറികടന്നേ പറ്റൂ എന്നുള്ളത് എൻ്റെ ഇമ്പോർട്ടൻസ് ആയി മാറി. അത് ഭയങ്കര ഇതാണ്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതവിടെ അവസാനിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെ എങ്ങനെ മരിക്കുക ആദ്യത്തെ എൻ്റെ തോട്ടായിരുന്നു, എങ്ങനെ മരിക്കുക. ഓക്കെ, വെറുതെ മരിച്ചെങ്കിൽ ഇത്രയും കാലം ഞാൻ ചെയ്തു വെച്ചൊക്കെ വെറുതെ ഇപ്പോൾ കാര്യം ആൾക്കാരുടെ ഇടയിൽ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു. അപ്പം പിന്നെ അമ്മയുടെ അടുത്ത് എല്ലാവരും കുറ്റം പറയും, ഇങ്ങനെ കുട്ടി ഇങ്ങനെ ആ ഒരു ഇതൊക്കെ വരും. അപ്പം പിന്നെ കോൺസിക്വൻസ് ആൾക്കാർ അല്ലെങ്കിൽ എന്നെ ചിന്തിക്കുന്ന ആൾക്കാർ, എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് ചിന്തിച്ചപ്പോഴത്തേക്ക് ഓക്കെ എന്നാൽ അവർക്കൊരു ത്രെട്ട് ഫീല് വേണ്ട, അങ്ങനെ ഒരു ഫീല് വരണ്ട എന്നൊരു കാര്യം ചെയ്യാം. വല്ല ബിൽഡിങ്ങിന് മുകളിൽ കയറിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്റ്റണ്ട് ചെയ്യുമ്പോഴത്തേക്ക് സപ്പോസ് വീണ് പോയി എന്നുള്ള ലെവലിലൊക്കെ ചെയ്യാം. അങ്ങനെ കുറെ എക്സ്ട്രീം തോട്ട്സ് വരും. എന്നിട്ട് പിന്നെ അത് ഒരു ഭൂമിയില്ല. ഓക്കെ, ആകാശം എന്താണ്. അപ്പം കൂടെ വരുന്ന ഇൻസ്റ്റാട്ടേഴ്സിന് ഈ പറഞ്ഞ കണക്ക് നമ്മളെ ലീഡ് ചെയ്യത്തില്ല, ഒന്നും മരിച്ചൊന്നും എല്ലാം ഊരി വിടത്തില്ലല്ലോ. അപ്പോൾ ഓക്കെ ഒറ്റയ്ക്ക് ചാടും, അതിനെങ്ങനെ പോസിബിലിറ്റി വരുന്നത്. അതിനാണ് ഞാൻ മാറിയ ലൈഫ്. അതിനാണ് ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു സ്കൈ ഡൈവർ ലെവലിലോട്ട് വന്നത്. കാര്യം അവിടെ നിന്നാണ് എനിക്ക് USP. കാര്യം ഈ നോർമൽ സ്പോർട്ടിൽ തന്നെ ഓരോ ലോസും കാര്യങ്ങളും ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് ഈ പറഞ്ഞ ഹെൽത്ത് കണ്ടീഷനുള്ള ആൾക്കാർ എടുക്കത്തില്ല, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു മെന്യൂർ കയറുന്നതിന് പോലും അതിനേക്കാളും പാടുണ്ട്. ഒരു മെന്യൂറിന് ജമ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം അങ്ങനെ ഒരു ആളെ, ഇത്രയും റിസ്ക് ഉള്ള ഒരാളെ ഒരിക്കലും അവർ അംഗീകരിക്കത്തില്ല. USP യുണൈറ്റഡ് സ്റ്റേറ്റ് പാരച്യൂട്ട് അസോസിയേഷൻ അവരൊരിക്കലും അംഗീകരിക്കത്തില്ല ഇങ്ങനെ ഒരു കുട്ടിയെ, ഇത്രയും ഡിഫിക്കൽട്ടി ഉള്ള കുട്ടിയെ. പിന്നെ ഇതിനകത്തുള്ള റിസ്ക് ലെവലും കൂടും, ഭയങ്കര ഹൈ ആണ്, എക്സ്ട്രീം സ്പോർട്ടാണത്. അങ്ങനെ ഞാൻ അവർക്കൊരു 160ഓളം മെയിൽ അയച്ചു. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ക്രൗഡ് ഫണ്ടിങ് ചെയ്തിട്ടാണ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുന്നത്. 22 ലക്ഷം ആ ഒരു എമൗണ്ടിലാണ് ആ ഒരു കഴിയുന്നത്.
അങ്ങനെ അതിനുശേഷമാണ് ഈ പറയുന്ന ഇത് ചെയ്യുന്നത്. അതായത് കുറച്ച് രൂപ മിച്ചം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും മാസം 30,000 അടുത്ത് മെഡിസിൻ ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും എനിക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അപ്പം ഞാൻ എന്തായാലും പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 ആക്സെപ്റ്റും കൂടെ ഞാൻ ചെയ്യാം. അപ്പോഴാണ് ആ ഒരു മെഡിസിൻ്റെ ആക്സെപ്റ്റ് കൂടെ ഞാൻ ചിന്തിച്ചത്, മുന്നോട്ട് ജീവിക്കണം എന്നുള്ള രീതി. അപ്പോൾ ഈ ഒരു പൈസ കൊണ്ട് അത് പോസിബിൾ അല്ല. അപ്പോൾ ഈ ഒരു പൈസയിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവർക്ക് അവരുടെ റിപ്ലൈ കിട്ടി. ആ ഒരു 6 മാസത്തിനിടയ്ക്ക് അവരുടെ റിപ്ലൈ കിട്ടി. ഞാൻ അവരോട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ ആദ്യം റിജക്റ്റ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞു ഞാൻ സാറുമായിട്ട് അവർ 7 പാനൽ മെമ്പേഴ്സാണ്. അവർ ഒരു 7 പാനൽ മെമ്പേഴ്സിൽ ഒരാളോട് സംസാരിച്ചു, ജോർജ് എന്ന് പറയും. പക്ഷേ അവരോട് സംസാരിച്ച് കൺവിൻസ് ചെയ്തു. ബിക്കോസ് ഞാനിങ്ങനെ ഓക്കെ ആണെന്നുള്ളത്, ഞാൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിച്ചാൽ നിങ്ങൾക്കൊരു റിസ്ക് ഉണ്ടാകത്തില്ല എന്നുള്ള ലെവലിൽ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സിനെ, കിംസിലുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട്, സതീഷ് സാർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് ഞാൻ സർട്ടിഫിക്കറ്റ്സ് മേടിച്ചു. അങ്ങനെ അത് അവർക്ക് അയച്ചു കൊടുത്ത് അവർ അപ്രൂവ് ചെയ്യുന്നു. പക്ഷേ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസിങ് സൈഡിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും സപ്പോർട്ട്, അല്ലാതെ നേരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ആരെങ്കിലും ഏറ്റെടുക്കണം. അങ്ങനെയാണ് പിന്നെ ഡ്രോപ്പ് സോൺ അന്വേഷിച്ചിട്ട് പിന്നെ ഒരു ഡ്രോപ്പ് സോൺ തായ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ലീഡ് കിട്ടുന്നത്, അതിനോട്ട് ചെന്ന് കയറുന്നത്. അതിന് വേണ്ടിയൊരു ട്രെയിനിങ്, ഇന്റേണൽ ട്രെയിനിങ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതൊക്കെ ചെയ്തത് കുറച്ച് എമൗണ്ട് വെച്ചിട്ടുണ്ട്. ഒരു 6 lakhs എനിക്ക് ഫുൾ ടോട്ടൽ ഒരു 6 ജമ്പും ഇതൊക്കെ ചിലവായി. അപ്പം അത്രയും രൂപ ഞാനത് ചിലവാക്കി ഇൻവെസ്റ്റ് ചെയ്തു. കാര്യം എൻ്റെ സർവൈവലും കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ 5 മാസം ഞാൻ ചിലപ്പോൾ മെഡിസിൻ വാങ്ങിച്ച് ജീവിക്കും. അതായത് ദർ ഇസ് നോ പോയിന്റ്. അപ്പം അങ്ങനെയാണ് ഞാനിത് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ചൂസ് ചെയ്ത് പോയി. എൻ്റെ അടുത്ത് ഫസ്റ്റ് ജമ്പിൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റെ എക്സാമൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കുന്ന എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 to 12 days നമുക്ക് അതിൻ്റെ പുറകിൽ നിൽക്കണം. എക്സാംസ് ഒക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം എല്ലാ പ്രോട്ടോക്കോളും കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം ചോദിച്ചു. എൻ്റെ അടുത്ത് നോർമലി എല്ലാവരും ടാൻഡം ചെയ്ത് ആദ്യമേ സ്കൈ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ആൾക്കാർ ഇതിലോട്ട് വരുന്നത്. 5-6 പ്രാവശ്യമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പേടിയുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഞാൻ ചൂസ് ചെയ്തു ഓക്കെ ഒറ്റയ്ക്ക് ചാടാം. ബിക്കോസ് എൻ്റെ കയ്യിൽ ഫണ്ട് കുറവാണ്. അപ്പം ടാൻഡം ലെവൽ ഭയങ്കര എക്സ്ട്രീം എക്സ്പെൻസീവാണ്. അപ്പം എന്തായാലും നമുക്കൊരു ട്രെയിനിങ് ഭാഗമായിട്ട് നമുക്ക് അത്ര എക്സ്പെൻസ് അടയ്ക്കണ്ട. അപ്പം ഓക്കെ ഫസ്റ്റ് ജമ്പ് സോളോ ചെയ്യാം, ഒറ്റയ്ക്ക് ചെയ്യാം. അങ്ങനെ ഓക്കെ പ്ലെയിനിൽ കയറി. ഞാൻ പറഞ്ഞു ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര കോൺഫിഡൻറ്റ്, ഇത്രയും സ്റ്റോറിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഭയങ്കര കോൺഫിഡൻറ്റ്. പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ്, ഒന്നും പറയില്ല. ഇങ്ങനെ എൻ്റെ അടുത്ത് ഫസ്റ്റ് ജമ്പ് കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി, എനിക്ക് ഭയങ്കര കൂളായിരുന്നു. ചാടി സ്വന്തമായിട്ട് തന്നെ പാരച്ചൂട്ട് കൂടി ചെയ്ത് ലാൻഡ് ചെയ്തു. ഫസ്റ്റ് ജമ്പ് കഴിഞ്ഞു, സെക്കൻഡ് ജമ്പ് കഴിഞ്ഞു, തേർഡ് ജമ്പിൽ എനിക്ക് സ്പിൻ ഉണ്ടായി. ഈ ആർട്ടിഫിഷ്യൽ ലിംബ് കാരണം എനിക്ക് സ്പിൻ ഉണ്ടായി. എനിക്ക് എയറോഡൈനാമിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫ്രീ ഫോളിൽ എയറോഡൈനാമിക്സ് സ്പിൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ജി ഫോഴ്സ് ഏൽക്കും. അതായത് നമ്മുടെ ബോഡിയിൽ അത് മെനൂവറൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അറിയാം. ജി ഫോഴ്സ് ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബോധം പോകും, ഗ്രേ ഔട്ട് ആവും, കംപ്ലീറ്റ് ഗ്രേ ഔട്ട് ആവും. അപ്പോൾ എനിക്ക് സ്പിൻ ഉണ്ടായി. അവർക്കൊന്നും രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനത്തെ ഹോസ്പിറ്റലിൽ. ഞാൻ സ്പിൻ ഉണ്ടായി, ഞാൻ സ്വന്തമായിട്ട് പാരച്ചൂട്ട് പുള്ളി ചെയ്തു. ബ്ലാക്ക് ഔട്ട് ആവുന്ന എനിക്ക് ബ്ലാക്ക് ഔട്ട് ആവുന്ന സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഞാൻ ബ്ലാക്ക് ഔട്ട് ആയില്ല. പക്ഷേ ബ്ലാക്ക് ഔട്ട് ആവുന്ന ഒരു 3 to 5 G ഉണ്ടായിരുന്നു എനിക്ക് അടുത്ത എൻ്റെ ബോഡിയിലുണ്ടായ ജി ഫോഴ്സ്. അതേറ്റ് ബോധം പോകാതെ തന്നെ ഞാൻ പാരച്ചൂട്ട് പുള്ളി ചെയ്തു അപ്സൈഡ് ഡൗൺ ആയിട്ട്. അതായത് നമ്മൾ തലകുത്തനെ വീണുകൊണ്ടിരിക്കുന്നത്. അപ്പം 4.5 feet വെച്ചാൽ ഞാൻ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. അതുവരെ ഞാൻ നോർമൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്തു തന്നു. അവിടെ വെച്ചാണ് സ്പിന്നൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ആവുന്നു. അങ്ങനെ 4.5 feet വെച്ചിട്ട് ആ 4.5 feet നിന്ന് നമ്മൾ തറയിലെത്താൻ 12 സെക്കൻഡ് വരെ, തറയിൽ ക്രാഷ് ലാൻഡ് ആവാൻ. ആ 12 സെക്കൻഡിൻ്റെ ഇടയിൽ നമ്മളിത് ചെയ്യണം. അപ്പം പാരച്ചൂട്ട് ഞാൻ പുള്ളി ചെയ്തപ്പോഴത്തേക്ക് ഈ പാരച്ചൂട്ട് ഈ കാലിൽ കുരുങ്ങി. സപ്പോസ് ഈ കാലിലാണ് കുരുങ്ങിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടത്തില്ല, അന്ന് അപ്പത്തിന് തീരുന്നു. പക്ഷേ ഈ കാല് കുരുങ്ങിയോണ്ട് ഈ കാലിൻ്റെ കുരുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ കുരുക്ക് കെട്ടഴിച്ചും കിട്ടും. അത് 3 സെക്കൻഡ് മാനേജ് ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. എവിടെയായിരുന്നു സ്ഥലം? തായ്ലാൻഡിലാണ് ഡ്രോപ്പ്. അതുകൊണ്ടൊക്കെയാണ് നമ്മള് പിന്നീട് വാർത്തകളായി. അത് ഈ അടുത്ത വാർത്ത ഞാൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു 8 മാസമായി. ഇപ്പോഴാ വാർത്തകളാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു യൂട്യൂബർ അങ്ങാണ്ട് വന്നിട്ട് ഒരു അങ്ങനെ യൂട്യൂബർ അല്ല, ഞാൻ തന്നെ ഒരു ന്യൂസ് ചാനൽ ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഒത്തിരി ന്യൂസ് ചാനൽ ഒരു വേൾഡ് റെക്കോർഡ്സ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ന്യൂസ് ചാനലിലോട്ട് ഞാൻ കൊടുത്തത്. അതിന് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഈ പറഞ്ഞ എങ്ങനെ സ്റ്റോറി ചെയ്യണമെന്നൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. നമുക്കിത് അറിയാമല്ലോ, ഇതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ വേൾഡ് റെക്കോർഡ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ അഷ്യൂർഡ് ആണ്. ഇപ്പൊ ആ ഡിപ്രഷൻ മാറി. അല്ല, ഇപ്പൊ ഞാൻ വേറൊരു ഹോപ്പ് വന്നു. ഇപ്പൊ എനിക്ക് വേറൊരു ഡ്രീം ഉണ്ട്, ഹോപ്പ് ഉണ്ട്. മുമ്പ് അതൊന്നും ഇല്ലായിരുന്നു. ഡ്രീം ഒക്കെ പറയാം, അത് ഞാൻ അച്ചീവ് ചെയ്തിട്ടേ പറയുള്ളത് അല്ലേ? അച്ചീവ് ചെയ്തിട്ട് എന്നോടൊന്നും പറയത്തില്ലേ? അച്ചീവ് ചെയ്തിട്ട് ഞാനത് അല്ല പറയണതിന് കുഴപ്പമൊന്നുമില്ല, അത് പറയാം. അപ്പം അതിനുശേഷം പിന്നെ അതിന് ഞാൻ ബാക്കി ജമ്പ് ചെയ്തു. അതിലൊരു മാൽ ഫംഗ്ഷൻ വീണ്ടും വന്നു, പാരഷൂട്ടിൻ്റെ മാൽ ഫംഗ്ഷൻസ് ഉണ്ടായി. പിന്നെ ഇതൊക്കെ പാരഷൂട്ടിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും റിസ്ക് ഉള്ള സാധനം പാരഷൂട്ടാണെന്നുള്ളത്. അത് ഭയങ്കര ഫ്രീ ഫോളിലും പോലെ തന്നെ റിസ്ക് ഉണ്ട്, ലാൻഡിങ്ങും ഒരു റിസ്ക് ഉണ്ട്. ഞാൻ കാലിൽ ലാൻഡ് ചെയ്യണം, അപ്പോൾ അത് ഭയങ്കര റിസ്ക്കിയാണ്. അപ്പം അങ്ങനെ ഈ റിസ്ക് എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ പോകും. ഇത് പ്രത്യേകിച്ച് ഉണ്ടായിട്ട് കാര്യമൊന്നും ഇല്ലെന്നുള്ളൊരു സംഭവം മനസ്സിലാവും. അങ്ങനെയൊക്കെ ഒരു ഇതിന് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു 6 ജമ്പിൽ എനിക്ക് 3 നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായി. അതുപോലെ തന്നെ ഓരോ കോംപ്ലിക്കേഷൻസ്, പിന്നെ ഒരു വിൻഡിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. അങ്ങനെ ഒരു 6 ജമ്പിൽ 3 നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. അതിനുശേഷം അവർ പറഞ്ഞു ഈ സ്പിൻ ഉണ്ടാവുന്നത് പ്രശ്നമാണ്, അപ്പം നീ ഒരു കാര്യം ചെയ്യും, കാലില്ലാണ്ട് നീ ജിം ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പം കാലില്ലാണ്ട്, അപ്പം എനിക്ക് എൻ്റെ കാലിൽ കൺട്രോൾ ഉണ്ടല്ലോ ഈ കാലിൽ. അപ്പം അതിനുവേണ്ടി നീ ഇപ്പം സപ്പോസ് ഒരു എയറോപ്ലെയിന് 2 വിങ്ങിലാണ്, അപ്പോൾ അതൊരു എയറോഡൈനാമിക്സ് ഉണ്ട്, അത് ആ ഒരു എയറോഡൈനാമിക്സിലാണ് പറക്കുന്നത്. അപ്പം ഞാൻ ഫ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു വിങ് ഇല്ലാത്തൊരു എയറോപ്ലെയിൻ എങ്ങനെ ഫ്ലൈ ചെയ്യുമോ അതുപോലെ ഞാൻ പഠിക്കണം, സ്വന്തമായിട്ട് അത് അനലൈസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി വിൻഡണാണ്. വിൻഡണിൽ പെർ അവർ തന്നെ അറൗണ്ട് 50K മുകളിൽ വരുന്നുണ്ട് അപ്പോൾ പെർ അവർ ചെയ്യാനായിട്ട്. അപ്പം റഷ്യയാണ് കുറച്ചുകൂടി ചീപ്പായിട്ടുള്ളത്, അവിടെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഒരു 10 to 12 hours ഇപ്പം നമ്മൾ ട്രെയിൻ ചെയ്ത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് പിന്നെ പോയി ജമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു നീ പോയി വിൻഡോണിൽ ചെയ്തിട്ട് വാ, ബാക്കി നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് നമുക്ക് നിനക്ക് തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരു ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഫിനാൻഷ്യലി വേണ്ടിയിട്ട്, അതായത് ഒരു സ്പോൺഷിപ്പിന് വേണ്ടിയിട്ട് ഒരു 100 സംതിങ് കമ്പനീസിൻ്റെ ഫ്രണ്ടിൽ നല്ല രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പാരാഗ്ലൈഡിങ് ചെയ്യാൻ, പാരാഗ്ലൈഡിങ് ലൈസൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ ഹിമാചലിൽ വേൾഡ് 2nd ഹയസ്റ്റ് പാരാഗ്ലൈഡിങ് സൈറ്റിൽ നിന്ന് പാരാഗ്ലൈഡിങ് പഠിച്ചിട്ട് തിരിച്ച് നാട്ടിലോട്ട് വന്നു. കുറച്ച് രൂപ കയ്യിലുണ്ടായിരുന്നത് പഠിച്ചു. പിന്നെ ഞാൻ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഡ്രോൺ വീഡിയോഗ്രാഫി, അതെല്ലാം ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടം എൻ്റെ മെഡിസിനുള്ള കണ്ടെത്തുന്നു. ഇതിൻ്റെ പുറകിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫറൊക്കെയാണ്. അതിൻ്റെ കൂടത്ത് ഈ പറഞ്ഞ ബാക്കി ഈ സ്പോൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ബെഗിങ് പെർസ്പെക്റ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈഫിൽ ഏത് ഔട്ട്കം വന്നാലും നമ്മൾ ബെഗ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ഇന്ത്യയിലുണ്ട്. പുറത്ത് ആ രാജ്യത്ത് അതില്ല. അവർക്ക് അവർ ഗവൺമെൻറ് തന്നെ സ്പോൺസർ ചെയ്യും. ഇങ്ങനൊരു കുട്ടി ഇങ്ങനെ ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് സ്പോൺസർ ചെയ്യും ഗവൺമെൻറ്. അപ്പം എന്നെപ്പോലൊരാൾ ഇത്രയും എക്സ്ട്രീം സ്പോട്ട് ചെയ്തിട്ട് കൂടി നോബഡി ടേക്ക് ചെയ്യുന്നു. അപ്പം ആരും അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം പ്രൈവറ്റ് സെക്ടറി പോലും ആരും അക്സെപ്റ്റ് ചെയ്യുന്നൊരുമില്ല. അങ്ങനെ നിന്ന സമയത്ത് ഇപ്പോൾ സൈലം ഈ അടുത്ത് വന്നിട്ട് എൻ്റെ 2 lakhs എനിക്കൊരു ഓഫർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതൊരു നല്ലൊരു ഹോപ്പായിരുന്നു. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നതാണ്. അതുപോലെ വേറെ ആരും വന്നിട്ടില്ല അതിന് ശേഷം, അത് തന്നെയാണ് വന്നത്. അപ്പം അതിൽ സന്തോഷമുണ്ട്. ആ ഒരു 2 lakhs കിട്ടിയ കാര്യം എനിക്ക് കുറച്ചുകൂടെ നാളെ എനിക്ക് അധികം ജോലിയൊന്നും ചെയ്യാതെ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റും. അപ്പം ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് കിട്ടില്ല. അപ്പം ആ ഒരു എമൗണ്ടിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും സ്പോൺഷിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. സ്റ്റിൽ വാട്ട് എവർ ഹാപ്പൻ ഗോണ ഹാപ്പൻ, വാട്ട് എവർ അത് ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്യും. അപ്പം അങ്ങനെ കുറേ പ്ലാൻസ്. ഇനി ലൈഫിൽ എൻ്റെ ഡ്രീം എന്ന് പറയാനായിട്ട് ഇപ്പം എൻ്റെ കൂടെ ഒരു വീൽ ചെയറൊക്കെ ചെയ്യുന്നുണ്ട്, പുള്ളീനെ ഒന്ന് എണീറ്റ് നടത്തിക്കണം. അതൊരു വലിയ ആഗ്രഹമാണ്. അത് പുള്ളിക്ക് ഒരു എക്സസ് കിട്ടും. അപ്പോൾ അത് കോടികളാവും, അത്യാവശ്യം ഒരു 1 CR ഒക്കെ ആവും. അത് ഒന്ന് മേടിച്ച് പുള്ളി നടത്തിക്കണം. പിന്നെ ഒരു 45,000 feet നിന്ന് എനിക്ക് ജമ്പ് ചെയ്യണം. അത് വേൾഡിൽ തന്നെ 8 പേര് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ, 8 സ്കൈ ഡൈവേഴ്സ് മാത്രം. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഫഷണൽ ആവണം. ഈ ലെവലിൽ ഭയങ്കര എക്സ്ട്രീം ലൈസൻസിങ് തന്നെ പല സ്റ്റേജസ് ഉണ്ട്, അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ എല്ലാ ചലഞ്ചസും ഉണ്ട്, ഇത്ര ജംസ് കൗണ്ട് ഉണ്ട്, അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അത് ചെയ്യണമെങ്കിൽ തന്നെ അറൗണ്ട് 81 lakhs ആവും ആ ഒരു സംഭവം ചെയ്യണമെങ്കിൽ. അത് വലിയൊരു മെനൂവറിൽ നിന്നാണ് ചെയ്യുന്നത്, വലിയൊരു കാർഗോ ഷിപ്പിൽ നിന്നാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും ഫീറ്റിൽ പോയിട്ട് നമ്മൾ ജമ്പ് ചെയ്യണം. അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് പോസിബിൾ ആക്കും. ഞാൻ പോയി ജമ്പ് ചെയ്യും. പിന്നെ ഒരു 1,20,000 feet ആണ് ഒരു ഏറ്റവും വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ. അത് ഏതാണ്ട് ഔട്ടർ സ്പേസിൻ്റെ ഒരു ഇതിന്ന് അത് നാസയായിട്ടൊക്കെ ബന്ധപ്പെട്ട് റെഡ് ബുള്ളൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. അതിലോട്ടൊക്കെ എത്തിപ്പെടാൻ ആഗ്രഹമുണ്ട്. ബട്ട് അത് എൻ്റെ എക്സ്ട്രീം ലെവലാണ്. അത് ഞാൻ ഇങ്ങനെ അച്ചയ്ക്ക് പോവാ, അത് ചെയ്തിട്ട് ഞാനത് മുഖത്ത് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ശ്യാമിനെ പോലെ ഒരാളോട് സംസാരിക്കുക, ഇപ്പം എനിക്കൊക്കെ ഒരു സൂചി കുത്താൻ, അതായത് ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പേ കരഞ്ഞു തുടങ്ങുന്ന ആളാണ്. ഇഞ്ചക്ഷന് മുന്നേ ഞാൻ കരയും. സിസ്റ്റർക്ക് എന്തിനാ കരയുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കും. എനിക്ക് പെയിൻ സഹിക്കാനുള്ള ഒരു ഇത് കുറവാണ്. പക്ഷെ ഇത്രയേറെ പെയിൻ സഹിച്ചാൽ നെക്സ്റ്റ് ടൈം എനിക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഇവർ എടുക്കുമ്പോൾ ഉറപ്പായിട്ട് എനിക്ക് ശ്യാമിന്റെ മുഖം ഉണ്ടാവും. കരയരുത്. കാരണം ഇത്രയും മെഡിസിനോട് വരെ പൊരുതി, ശാസ്ത്രലോകത്തിനോട് പൊരുതി, സ്വന്തം ബോഡിയോട് പൊരുതി, ഈ ലോകത്തിനോട് പൊരുതി നിൽക്കുന്ന ആളല്ലേ. ശ്യാമിയെ പരിചയപ്പെട്ടതിൽ ഭയങ്കര സന്തോഷം. സംസാരിക്കാൻ പറ്റില്ല, അതിലേറെ സന്തോഷം. താങ്ക് യു.